സജോ ദേവസ്യ, പോലീസിന്റെ ഒരു നിലപാട് എന്താണ്? പുട്ട വിമലാദിത്യയുടെ പ്രതികരണം നമ്മൾ കണ്ടു. കോടതി പറഞ്ഞാൽ കേസെടുക്കാതെ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കേസിനോട് ഒരു താല്പര്യം കൂടിയുണ്ടോ കൂടുതലായി അന്വേഷിക്കാൻ, കേസ് ചാർജ് ചെയ്യാനൊക്കെ? സുജയ, പോലീസിന്റെ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ഈ പരാതി പോലീസിന്റെ മുൻപിൽ വന്നതാണ്. അത് പരിഗണിക്കപ്പെടാതെ പോയി പിന്നീട് കോടതിയിൽ പോകുന്നു. പരാതി വന്നാൽ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. അത് പ്രകാരം കോടതിയിൽ നിന്ന് പരാതി വീണ്ടും പോലീസിന്റെ മുൻപിൽ വരുന്നു. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്ന കാര്യം, കോടതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പരാതി എത്തുന്നു, അതായത് ഈ കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന നിർദ്ദേശത്തോടു കൂടി ഉത്തരവ് വരുന്ന പശ്ചാത്തലത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നത് നിയമപരമായി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ പരാതിയുടെ അലഗേഷൻസ് നോക്കി അതിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നിയമപരമായി തുടർന്ന് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നാണ്. അതായത് ഇതിൽ പോലീസിന് വേണമെങ്കിൽ ഗ്രൗണ്ട് ഇല്ല എന്ന അന്വേഷണ റിപ്പോർട്ടിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് സമർപ്പിക്കാം. അതാണ് ഇതിൽ സാധ്യമായ ഒരു കാര്യം. ഇനി അതാണ് സാധ്യമായ കാര്യം എന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതായത് നേരത്തെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപക വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ പേരിൽ ഉള്ള ഒരു അലഗേഷൻ ഉയർത്തി അത് പോലീസിൽ പോവുക എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് അത് നേരത്തെ തന്നെ സെൻസർ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അത് നിലനിൽക്കുമോ, ആ പരാതി തന്നെ നിലനിൽക്കുമോ, അത് ഏത് നിലയ്ക്കാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ പോലീസ് വിശദീകരിക്കുന്ന ഒരു കാര്യം, കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായും അതനുസരിച്ച് നീങ്ങുക എന്നതാണ്. അതിന്റെ മെറിറ്റും മറ്റു കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. അതിനുശേഷം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന നിഗമനത്തിലേക്ക് എത്തും. തുടർന്നാകും റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുമായി പോകാതിരിക്കാൻ നിയമപരമായി പോലീസിന് കഴിയില്ല. ആ കാര്യം വിശദീകരിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രമിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോവുക നമുക്കതറിയാൻ കാത്തിരിക്കാം. ശ്വേതാ മേനോൻ ഇനി മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അതും അറിയാൻ കാത്തിരിക്കാം.